സഹോദരങ്ങളെ, പലപ്പോഴും മുസ്ലിമീങ്ങളായ നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ഒരു ആരോപണമാണ് ഇസ്ലാം എന്നുള്ളത് അത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് എന്നും പുതിയ കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ കഴിയാത്ത, ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത ഒരു പ്രാകൃത മതമാണ്, പഴഞ്ചൻ ആശയമാണ് ഇസ്ലാമിന്റെ ഓരോന്നും എന്നൊക്കെ സാധാരണഗതിയിലുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതെന്ന വലുതെന്ന വ്യത്യാസമില്ലാതെ നമ്മളോട് ചെയ്യാനും അനുഷ്ഠിക്കാനും സൂക്ഷിക്കാനും പറഞ്ഞ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴെല്ലാം നമുക്ക് ബോധ്യമാകുന്നത് അതെല്ലാം ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും നഗരത്തിന്റെയും എല്ലാം സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടി മാത്രം റഹ്മാനായ റബ്ബ് പറഞ്ഞതാണ് എന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒന്നുകൂടെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് കേരളം ചൂടോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഞങ്ങൾ അസമയത്ത് പുറത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക? ഒറ്റക്ക് സഞ്ചരിച്ചാൽ എന്താണ് ഇവിടെ നടക്കുക? ഒരു അന്യ ആണിന്റെ കൂടെ പോയാൽ എന്തേ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ വാതോരാതെ ചോദിക്കുകയും അതിനുവേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ആളുകൾ ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാരും സുരക്ഷിതരല്ല എന്നാണ്. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ലൈംഗികാതിക്രമങ്ങൾ കൊണ്ടുമൊക്കെ ഞങ്ങൾ പല നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതേ നാവിൽ നിന്ന് തന്നെ കേൾക്കേണ്ടുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് സാഹചര്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദുരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച, അവരുടെ മാനസികാവസ്ഥ കൃത്യമായി കൊണ്ട് അറിയാവുന്ന റഹ്മാനായ റബ്ബ് ചില വ്യവസ്ഥകൾ ആണും പെണ്ണും ജീവിക്കുന്നിടത്തും അവർ ഒരുമിക്കുന്നിടത്തും അവർ മുന്നോട്ടു പോകുന്നിടത്തുമൊക്കെ കൃത്യമായ ചില നിബന്ധനകളും കാര്യങ്ങളുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് എങ്ങനെയെല്ലാം സ്വീകരിക്കുന്നുണ്ടോ അത് പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെയും അതിൻ്റെതായ ഒരു സ്വസ്ഥതയും സ്വാതന്ത്ര്യവും സമാധാനവും റാഹത്തും ഒക്കെ ലഭിക്കുന്നുമുണ്ട്. അതിനെയെല്ലാം പിന്നെ മാറ്റിവെക്കുന്ന പുച്ഛ മനോഭാവത്തോടു കൂടെ തള്ളിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ചെറിയ നിലക്കെങ്കിലും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് സമകാലിക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ഒരു ദുരവസ്ഥ കാലം മുന്നോട്ട് പോകും തോറും ഇത് കൂടി വരികയല്ലാതെ ഒരിക്കലും കുറയുകയില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും നമ്മളും നമ്മുടെ കുടുംബവും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. എന്താണ് സഹോദരികളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? സഹോദരിമാരെന്ന് പറയുമ്പോൾ ഇത് ആണുങ്ങൾക്ക് ബാധകമല്ല എന്നതല്ല. ഈ സഹോദരിമാരെന്ന് പറഞ്ഞാൽ ആരാ? നാം നമ്മുടെ ജീവനോളം സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഉമ്മാനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ട ചോരകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സ്ത്രീ അത് ഏതാകട്ടെ, അവരുമായി ബന്ധപ്പെടുന്ന സമയങ്ങളിൽ ഒരു ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട ഒട്ടനേകം കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നെല്ലും പതിരും വേർതിരിച്ചും മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാം സഹോദരികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീന് സഹോദരിമാർക്ക് അങ്ങേയറ്റത്തെ സുരക്ഷതകൾ ഉറപ്പുവരുത്തിയ മതമാണ്. സ്ത്രീ എവിടെയും സംരക്ഷിക്കപ്പെടണം, അവരുടെ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടേ ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. സ്ത്രീയുടെ സംരക്ഷണം എപ്പോഴും ഒരു ആണിലാണ് റഹ്മാനായ റബ്ബ് കൊടുത്തിട്ടുള്ളത്. സ്ത്രീ വളരുന്നത് ഒരു ആണിന്റെ തണലിലാണ്. അവൾ കല്യാണം കഴിക്കുന്നത് വരെ അവൾ തന്റെ ഉപ്പയുടെയോ സഹോദരന്റെയോ തണലിലാകണം. കല്യാണത്തിന്റെ അന്ന് നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയതാ, ഇതുവരെ ഞാൻ എന്നെ റഹ്മാനായ റബ്ബ് ഏൽപ്പിച്ച ഈ സഹോദരിയുടെ ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് വലിയ പറയുന്നു. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ജനസമക്ഷത്തെ സാക്ഷി നിർത്തി
ഒരു ഭർത്താവും സ്വീകരിച്ചിട്ടേ ഇതങ്ങോട്ട് കൊടുത്ത് അപ്പുറത്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുള്ളൂ. ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ച് തിരിച്ചു വന്നാൽ പോലും ഇസ്ലാം ഉപ്പയോടും സഹോദരനോടും അവളെ ഏറ്റെടുക്കണമെന്ന് കൃത്യമായി കൊണ്ട് പറയുകയും ആ രംഗത്ത് അനുഭവിക്കേണ്ട ത്യാഗങ്ങൾക്ക് തുല്യതയില്ലാത്ത പ്രതിഫലം റഹ്മാനായ റബ്ബ് ഓഫർ ചെയ്തത് സഹോദരിമാരുടെ സുരക്ഷ അള്ളാഹുവിന്റെ ദീന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ആണിന്റെ തണൽ എന്ന ഒരു കൺസെപ്റ്റിനെ ആരെങ്കിലും ലംഘിക്കാൻ തീരുമാനിച്ചാൽ അവർ അനുഭവിച്ചിട്ടേ പോകൂ എന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനിക്ക് അത് ആണാകട്ടെ പെണ്ണാകട്ടെ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയും? അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈംഗികപരമായൊരു ആരോപണം നേരിടുക എന്നതാണ്. നല്ലോണം ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ഏതെങ്കിലും ഒരു നിലക്ക് ഒരു ലൈംഗികാരോപണം വന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്തോ ആകട്ടെ, അതൊരു പക്ഷെ കാലം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും തെളിയിക്കുക. പക്ഷെ അതുവരെയുള്ളൊരു കാലം ഉണ്ടല്ലോ, അതുവരെയുള്ളൊരു കാലം അത് വല്ലാത്തൊരു തിരിച്ചടിയായിരിക്കും. പലതും നമുക്ക് നഷ്ടമാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ തറക്തു ബഅദി ഫിത്നതൻ അലറു അല റിജാലി മിനൻ നിസാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇട്ടേച്ചു പോകുന്ന ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരാണ്, സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ അവരിലൂടെ പിശാച് പലതും ഒരു പുരുഷനെ വേട്ടയാടാനും പുരുഷനെ പല തെറ്റുകളിൽ പോയി ചാടിക്കാനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ സ്ത്രീയിലൂടെ പിശാച് ഉപയോഗപ്പെടുത്തും എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫിത്ന കടന്നു വരുന്ന ഒരു വാതിൽ എന്ന് പറയുന്നത് അത് സ്ത്രീയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ഏതെങ്കിലും ചെറിയ നിലക്കൊരു അവിഹിതമുണ്ട് എന്ന് എവിടെ നിന്നെങ്കിലും കണ്ടാൽ, അത് അറിഞ്ഞാൽ, അത് പുറത്തെത്തിയാൽ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നഷ്ടങ്ങളൊരു മാലപ്പടക്കം തന്നെയായിരിക്കും. നമുക്ക് ആദ്യം നഷ്ടപ്പെടുക നമ്മുടെ ഇണകളായിരിക്കും. അത് ആണിന്റെ അവിഹിതം പെണ്ണറിഞ്ഞാലും പെണ്ണിന്റെ അവിഹിതം ആണറിഞ്ഞാലും ആദ്യം നഷ്ടപ്പെടുക ജീവന തുല്യം സ്നേഹിച്ച, ഇതുവരെ തനിക്ക് വേണ്ടി ജീവിച്ച, എല്ലാം മറന്ന് തന്റെ കൂടെ നിന്ന ഇണയായിരിക്കും തനിക്ക് നഷ്ടപ്പെടുക. പിന്നെ കണ്ണിന്റെ കൺകുളിർമകളായ നമ്മുടെ മക്കളായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. സമൂഹത്തിന്റെ വെറുപ്പായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതൊരു സഹോദരങ്ങളെ ഒരു നിലക്കും അതിലേക്ക് ഉണ്ടാകാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ ചില ജാഗ്രതാ നിർദ്ദേശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഒരിക്കലും ഒരു വ്യഭിചാരം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവില്ല. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഒരു അന്യ ആണും ഒരു അന്യ പെണ്ണും തമ്മിൽ വ്യഭിചാരത്തിൽ ഏർപ്പെടൂല, അതിലേക്ക് വരൂല. അതൊരു സത്യമാണ്. അതിലേക്ക് വരുന്ന ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന അതിന്റെ മുൻപ് നടന്നേക്കാവുന്ന എല്ലാവിധ കാരണങ്ങളെയും കൊട്ടിയടക്കാനാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിൽ 32 റഹ്മാനായ റബ്ബ് പറഞ്ഞു, വലാ തഖ്റബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിന്റെ 7 അയലത്ത് പോലും പോയി നിൽക്കരുത്, അതിലേക്ക് അടുക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് അങ്ങേയറ്റം മ്ലേച്ഛമാണ്, ഏറ്റവും ദുർഘടമായ വഴിയാണ്, അതൊരിക്കലും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് റഹ്മാനായ റബ്ബ് പറയുക മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായി ക്ലിയർ കട്ടോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇത് ആണും ശ്രദ്ധിക്കണം, ഇത് പെണ്ണും ശ്രദ്ധിക്കണം. വിശ്വാസിനികളെ നമ്മൾ ഒരുപോലെ ശ്രദ്ധിച്ചേ പറ്റൂ. ഇതൊന്നും ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് പലർക്കും പലതും നഷ്ടപ്പെട്ടത്. സമൂഹത്തിന്റെ മുമ്പിലുള്ള എല്ലാ നല്ല പേരുകളും ഒരു സുപ്രഭാതത്തിൽ തച്ചുടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ലൈംഗികാരോപണം വന്നാൽ കഴിഞ്ഞൊരു മനുഷ്യന്റെ കഥ. അത് വരാതിരിക്കാൻ, അതിന്റെ ഒരു നിഴൽ പോലും നമ്മുടെ ജീവിതത്തിൽ അടുക്കാതിരിക്കാൻ, അതിന്റെ ഒരു പൊടിപടലം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ സൂക്ഷിച്ചേ പറ്റും.
ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ് നമ്മളെ തെറ്റിപ്പെടുത്തി, നോട്ടം നിയന്ത്രിക്കണം. കണ്ണാണ് എല്ലാറ്റിന്റെയും പ്രശ്നം, എല്ലാ തിന്മകളുടെയും കവാട. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത് കണ്ണാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവ്വം നമ്മളോട് പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. അല്ലാഹ് പറയാ, വിശ്വാസികളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, കുൽ നബിയേ നീ പറഞ്ഞു കൊടുക്ക് വിശ്വാസികളോട്, എന്ത്? യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ, വയഹ്ഫദൂ ഫുറൂജഹും, അവർ അവരുടെ ലൈംഗികാവയവത്തെ സംരക്ഷിക്കട്ടെ. എന്തേ കണ്ണ് പറഞ്ഞുകൊടുത്ത ലൈംഗികാവയവം പറയാനുള്ള കാരണം? അത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. കാഴ്ചയിലൂടെയാണ് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ആ ഒരു കാര്യം ഉണ്ടാവുക. ദാലിക അസ്കാലഹും, കണ്ണ് താഴ്ത്താൻ നമുക്ക് കഴിയുമോ അതാണ് തന്റെ പരിശുദ്ധമായ ജീവിതത്തിന് അത് സാധ്യമാവുക എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഫത്വ ചോദിച്ചുകൊണ്ട് വന്നൊരു സഹോദരി, ഒരു അന്യ സഹോദരി വന്ന് ഫത്വ ചോദിക്കുകയാണ്. തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ആദ്യ തവണ ഒന്ന് നോക്കി, രണ്ടാമത്തെ തവണ കൂടെ ഒന്നുകൂടെ നോക്കിയപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന്റെ തല പിടിച്ച് പിറകോട്ട് തിരിച്ചു. വ ഇന്നമാ ലക്കൽ ഊലാ വലൈസ ലക സാനിയ, ഒന്നാമത്തെ നോട്ടം അത് നിനക്ക് അനുവദിക്കപ്പെട്ട നോട്ടമാണ്, രണ്ടാമത്തതൊന്ന് അത് പറ്റൂല എന്നാണ്. അത്രത്തോളം ശ്രദ്ധിക്കണം നോട്ടത്തെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിർദ്ദേശമാണോ? അല്ല. തൊട്ട ആയത്തിൽ റഹ്മാനായ റബ്ബ് വിശ്വാസിനികളോടും പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാത്ത്, ഇതേ നബിയോട് തന്നെ വിശ്വാസിനികൾ വിളിച്ചിട്ടും പറയാൻ പറഞ്ഞു, വിശ്വാസിനികളെ യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ കണ്ണുകളും താഴ്ത്തട്ടെ എന്നാണ്. കണ്ണ് താഴ്ത്തുന്ന വിഷയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ സഹോദര നമ്മൾ രക്ഷപ്പെട്ടു. അത് വല്ലാത്തൊരു ജിഹാദാണ്, അത് വല്ലാത്തൊരു തൗഫീഖാണ്. ചോദിക്കാൻ നമുക്ക് കഴിയണം, അല്ലാഹുവിനോട് കെഞ്ചാൻ നമുക്ക് കഴിയണം. കണ്ണിന്റെ ഷർറിൽ നിന്നും കാവൽ ചോദിക്കുന്ന പ്രാർത്ഥനകൾ പ്രത്യേകം നമ്മൾ എടുത്തു വെച്ച് പഠിച്ചിരിക്കണം. ആ ഒരു വാതായനത്തെ കൂച്ചുവിലടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മുടെ മനസ്സ് പരിശുദ്ധമാകും, നമ്മുടെ ശരീരം പരിശുദ്ധമാകും. അല്ലാഹു വിലക്കിയ ഹറാമുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അനാവശ്യമായിട്ടുള്ള നോട്ടം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷയുണ്ട് എന്നതാണ് അർത്ഥം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം, ഇതിലേക്കൊന്നും പോകാതിരിക്കാൻ ഇസ്ലാം പറഞ്ഞ കാര്യം ആകർഷണീയത പാടില്ല എന്നാണ്. സഹോദരിമാരെ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു സഹോദരി ആകർഷണീയതയോടുകൂടെ പുറത്തിറങ്ങാൻ പാടില്ല. അവളുടെ വസ്ത്രവും അവളുടെ അലങ്കാരങ്ങളും കൊഞ്ചിക്കൊഴലുകളും ഒക്കെ മറ്റുള്ളവനെ ആകർഷിക്കുന്ന ഒരു ഏർപ്പാടും പറ്റൂല എന്ന് പറഞ്ഞു. അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന് UP LP തലങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ പിഞ്ചും പെൺകുട്ടികൾ പോലും അവരുടെ ബാഗിൽ സാധാരണഗതിയിൽ ജോമെട്രി ബോക്സ് ഒക്കെ ഉണ്ടാകുന്ന വേറൊരു ബോക്സ് കൂടി ഉണ്ടാവും, കോസ്റ്റ്യൂമിന്റെ ബോക്സാണ്. ഇടക്കിടത്ത് ചുണ്ട് ചോപ്പിച്ചും മുഖം ചോപ്പിച്ചും ഒക്കെ നടക്കുന്ന അവസ്ഥ. നഊദു ബില്ലാഹ്, എവിടേക്കാണ് നമ്മുടെ തലമുറ കടന്നു പോകുന്നത്? മറ്റുള്ളവരെ ആകർഷിക്കും വിധത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടൊരു പെണ്ണ് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. അത് എന്തുകൊണ്ടാ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നെ നബി തങ്ങൾ പഠിപ്പിച്ചു. എന്താ കാര്യം എന്നറിഞ്ഞോ? അൽ മർഅതു ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്വാനു, അവളെ പിശാച് ചട്ടുകമാക്കുമെന്നാണ്. ഒരു പെണ്ണ് അലങ്കാരത്തോടുകൂടെ ആകർഷിക്കും വിധമുള്ള നടത്തവും അതേപോലെ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവളിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പിശാചിന് കഴിയുമെന്നാണ്. സഹോദരി, ഉറപ്പ് പറയാൻ കഴിയുമോ നിനക്ക്? നീ ഒന്ന് പുറത്തിറങ്ങിയതിന്റെ പേരിൽ ഒരുത്തന്റെയും ഈമാൻ ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട മുക്മിനത്തുകളായ സഹോദരിമാരെ ഉറപ്പ് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഞാൻ കാരണം എന്റെ നാട്ടിൽ എന്നെ പരിചയമുള്ള ഞാൻ പോകുന്ന വഴികളിൽ ഒരുത്തരം നരകത്തിന്റെ കൊള്ളികളായിട്ടില്ല. ഞാൻ കാരണം ഒരാളുടെയും ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കഴിയണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ നല്ലോണം ശ്രദ്ധിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എത്രത്തോളം പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ സൗണ്ട് മോഡുലേഷൻ വരെ ശ്രദ്ധിക്കണം.
സംസാരം, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയോട് സംസാരിക്കും വിധമുള്ള, നിങ്ങളുടെ ആങ്ങളയോട് സംസാരിക്കും വിധം, മഹറമുകളോട് സംസാരിക്കുന്ന ആ ഒരു താഴ്ന്ന സ്വരത്തിൽ പോലും നിങ്ങൾ സംസാരിക്കരുത്. അന്യ ആണാണോ ഒരൽപ്പം ബോൾഡായി കൊണ്ട് സംസാരിക്കണമെന്നാണ്. ഇത് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഭാര്യയെ പഠിപ്പിക്കാനാണ്, നമ്മുടെ മക്കളെ ആ നിലക്ക് തർബിയത്ത് കൊടുക്കാനാണ്. ഇത് അല്ലാഹ് പറയാണ്, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. നിങ്ങൾ വാക്കുകൊണ്ട് ആ നിലക്ക് പിന്നെ ഒരു താഴ്മത്തെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, എല്ലാ ആളുകളും ഒരുപോലെയല്ല. ഹൃദയത്തിൽ ചീഞ്ഞളിഞ്ഞ ഹൃദയം പേറി നടക്കുന്ന ആളുകളുണ്ടാവും. ഉള്ള വൃത്തികേടുകൾ മുഴുവനും ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആളുകളുണ്ടാവും. രാത്രിയുടെ അന്ത്യാമകൾ മുഴുവനും ഇതിന്റെ പിന്നിൽ ഇറങ്ങി നിൽക്കുന്നത്, അത് എല്ലാ നിലക്കും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാമപ്രാന്തന്മാരായ ആളുകളുണ്ടാവും. അവരുടെ മുമ്പിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, അവരോടാണ് നിങ്ങൾ കൊഞ്ചിക്കൊടയുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾ നിങ്ങൾ ആകർഷിക്കും. അവനെങ്ങാനും നിങ്ങളുടെ വിഷയത്തിൽ ആകർഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പിലായി കഴിഞ്ഞു. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. വിശ്വാസിനിയാണോ അവളെ വിദൂരതയിൽ നിന്ന് തന്നെ തിരിച്ചറിയണമെന്നാണ് റഹ്മാനായ റബ്ബ് പഠിച്ചത്. എത്ര വലിയ രോഗമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ നോക്കും. ഏതൊരാണിന്റെയും മനസ്സെന്താണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരിമാരെ? നിങ്ങളിലേക്ക് അടുക്കുന്നതിനെ കുറിച്ച് പേടിയുണ്ടവർക്ക്. പാത്തും പതുങ്ങിയും വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവൾ ഏതാ ഐറ്റം എന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ കോസ്റ്റ്യൂമിൽ തന്നെ അത് വ്യക്തമാണെങ്കിലോ, നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വ്യക്തമാണെങ്കിലോ, നിങ്ങളുടെ സൗണ്ടിൽ നിന്ന് വ്യക്തമാണെങ്കിലോ, നിങ്ങളുടെ നിലപാടിൽ നിന്ന് വ്യക്തമാണെങ്കിലോ, റഹ്മാനായ റബ്ബ് പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. നീ നിന്റെ ഇണകളോടും നീ നിന്റെ പെൺമക്കളോടും വിശ്വാസിനികളായ മുഴുവൻ സഹോദരിമാരോടും നീ പറഞ്ഞു കൊടുക്ക്. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അവരുടെ മുഖമക്കനകൾ അവർ താഴ്ത്തിയിടട്ടെ. ദാലിക അദ്നാ അയ്യുറഫ്ന. അവർ അറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താ ഈ അറിയപ്പെടുന്നത്? പലപ്പോഴും നിക്കാബിടുമ്പോ ഐഡന്റിറ്റി പോകുന്ന പറയാ. ആ ഐഡന്റിറ്റിയെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളെ പേരൊരു പക്ഷെ കിട്ടിയിട്ടുണ്ടാവൂല, പക്ഷെ ഒരു ഐഡന്റിറ്റി അവിടെ വരുന്നുണ്ട്. ഞാൻ നോക്കാണ്ട ഒരൊരുത്തിയല്ല അത്. അവൾ ചാരിത്ര ശുദ്ധിയെ കാത്ത് സംരക്ഷിച്ച് തന്റേത് തന്റെ ഇണക്ക് മാത്രം സമർപ്പിച്ച് പടച്ച റബ്ബിനെ ഭയപ്പെട്ട് സ്വർഗം ആഗ്രഹിച്ച് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവളാണ്. എന്റെ ഈ കാമ കണ്ണോടുകൂടെ പോകേണ്ട ഒരുത്തിയല്ലത് എന്ന് നിങ്ങളെ കാണുമ്പോൾ ഒരു സിഗ്നൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുക. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഫലാ യുദൈൻ. അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ. ആക്രമിക്കപ്പെട്ടിട്ട് പിന്നെ പേര് മറച്ചാക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ, ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതിലാണ് സഹോദരിമാരെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉള്ളത് എന്ന കൃത്യമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഒറ്റക്കാകാൻ പാടില്ല എന്ന്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഫഇന്ന ശൈത്വാന സാലിസുഹുമാ. ഒറ്റക്കൊരാണും ഒരു പെണ്ണുണ്ടെങ്കിൽ അവിടെ കൂടെ മൂന്നാമനായിക്കൊണ്ട് ശൈത്താൻ ഉണ്ട് എന്ന. അല്ലാഹ് വിലക്കിയതെല്ലാം അവർക്കിടയിൽ വന്നിരിക്കും. അതിൽ ഫിസിക്കലി പിന്നെ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, അത് ഓൺലൈനിലാണെങ്കിലും ഒറ്റക്കാകാൻ പാടില്ല, ചാറ്റിങ്ങിലാണെങ്കിലും ഒറ്റക്കാകാൻ പാടില്ല, കോളിംഗിന്റെ അങ്ങേ തലയിൽ ഒറ്റക്കുണ്ടാകാൻ പാടില്ല, ഒരു രഹസ്യ സ്വഭാവത്തിൽ നമുക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസിയാണോ സുതാര്യതയില്ലാത്തൊരു പ്രവർത്തനത്തിന് ഒരുങ്ങി നിൽക്കരുത്. സംശയം ജനിപ്പിക്കുന്ന ഒരു ഇടപാടിന് നമ്മൾ നിൽക്കരുത്. അത് നമ്മുടെ ദാമ്പത്യത്തിന് പോലും അത് ഭീഷണിയാണ്. പിന്നെ പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ഒറ്റക്ക് യാത്ര പോകാൻ പാടില്ല. ഇന്ന് വലിയ വിദ്വാൻമാര് വന്നിട്ട് പറയാ, ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഒരിക്കലും എന്താക്കരുത്, നമ്മൾ ഒറ്റക്ക് പോകരുത്, നമ്മുടെ കൂടെ സേഫ് ഗാർഡായിട്ട് ആരെങ്കിലും ആണ് വേണം. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റഹ്മാനായ റബ്ബ് പറഞ്ഞതാ സഹോദരി, അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞു പഴഞ്ചൻ ആശയമെന്ന്. അപ്പോൾ നിങ്ങൾ വിമർശിച്ചു ഇത് പൊട്ടൻ ആശയമാണെന്ന്. അതേ ആശയത്തിലേക്ക് നിങ്ങൾ പതിയെ 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 എത്തി. ഇനിയും വരും നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, യാത്ര പോകാൻ പാടില്ല. ഹജ്ജിന് പോലും ഉംറക്ക് പോലും ഒരു സഹോദരി പോകുന്നുണ്ടെങ്കിൽ മഹ്റമിന്റെ കൂടെയല്ലാതെ യാത്ര തിരിക്കുന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, തുസാഫിരിൽ മർഅതു ഇല്ലാ മഅദി മഹ്റം.
അവളുടെ കൂടെ വിവാഹബന്ധം നിഷിദ്ധമാക്കി ഒരുത്തന്റെ കൂടെയല്ലാതെ പോകാൻ പാടില്ല എന്നതാണ്. പിന്നെ പറഞ്ഞു, ഒരു സ്പർശനം പോലും പാടില്ല. ഒരു ഷൈക്കാൻഡ് പോലും അന്യ പെണ്ണും അന്യ ആണും തമ്മിൽ കൊടുത്തു പോകരുത്. ആകാശം ഇടിഞ്ഞു വീഴോന്നാ ചോദിച്ചത്, അതിനപ്പുറത്ത് പലതും വീഴുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂല് പറയാ, തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് നല്ല ശക്തമായ ഇരുമ്പിന്റെ ഒരു ആണി തന്റെ തലയിലേക്ക് ഹാമർ അടിച്ചുകൊണ്ട് അടിച്ചു കയറ്റുന്നതാണ് എന്ന്. ആ ഒരു ജസ്റ്റ് ഷൈക്കാൻഡിന് പടച്ചറബ് കരുതി വെക്കുന്ന ശിക്ഷ അതിനോളം വലുതാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മക്കൾ അനാഥരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മക്കൾ നമ്മുടേതാകാതായി തീരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഓരോ നിർദ്ദേശങ്ങളും സമിഅനാ വ അത്അനാ, കേട്ടു ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയാൻ, അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ ഒരു ഇസ്സത്ത് കാണാൻ നമുക്ക് കഴിയണം. ഒഴുക്കിനെതിരെ നീന്താൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഒഴുക്കിനൊപ്പം നീന്താൻ ആർക്കും കഴിയും, ഒരു പണിയില്ല. ഒഴുക്കിനെതിരെ നീന്താൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ അത് അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ നാനാ തുറകളിലും കൊണ്ടുവരിക, കുടുംബത്തെ പഠിപ്പിക്കുക, കുടുംബത്തിന് ഈ തർബിയത്ത് നമ്മൾ കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ ഏറ്റവും വേഗത്തിൽ സ്വാധീനിക്കുന്ന ഒരു മീഡിയയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സിനിമ എന്ന് പറയുന്നത്. ആനന്ദം തേടിയെത്തുന്ന മനുഷ്യന്റെ മുമ്പിൽ സകല മൂല്യങ്ങളും കാറ്റിൽ പറത്താൻ പ്രേരിപ്പിക്കുന്ന ഇടപെടലുകളാണ് പലപ്പോഴും സിനിമയിലൂടെ സംഭവിക്കുന്നത്. ദൂരവ്യാപകമായ അനർത്ഥങ്ങളും അപകടങ്ങളുമാണ് യഥാർത്ഥത്തിൽ സിനിമയിലൂടെ മനുഷ്യൻ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി കൊണ്ട് അതിന്റെ അണിയറ പ്രവർത്തനം മറ്റുമൊക്കെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലജ്ജയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന മിമ്മാ അദറക നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പ്രവാചകത്വത്തിന്റെ ആദ്യ സമയത്തുള്ള ബേസിക്കലി ഉള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സമൂഹം പഠിച്ചെടുത്തൊരു കാര്യമാണ് ഇദാ ലം തസ്തഹി ഫസ്ഫഅ മാ ശിഅത. ഒരാൾക്ക് ലജ്ജ അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി കൊണ്ട് ഈ ഹദീസിന്റെ ശറഹ് ശരിക്കറിയാവുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ആ ലജ്ജ ഇല്ലാതാക്കാൻ ആദ്യം ശ്രമിച്ചത്. ഇവിടെ ആലോചിക്കും സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ആ അപ്രപാളിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബം ഒന്നിച്ചിരുന്ന് കാണുകയാണ്. എന്ത് അങ്ങേയറ്റം വഷളപരമായ രംഗങ്ങൾ, റൊമാൻറ്റിക് രംഗങ്ങൾ, പച്ചയായ കാമക്കേളികൾ അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉമ്മയും മകനും ഒരുമിച്ച് കാണാൻ പാടില്ലാത്ത രംഗങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കാണുമ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോ ഇതാണ് നോർമലൈസ് ചെയ്യപ്പെടും, ഇതങ്ങോട്ട് ഒന്നുമില്ലാതാകും. അതോടുകൂടെ ലജ്ജ എന്ന ശീലം അവിടെ അങ്ങോട്ട് വരുമ്പോൾ അവന്റെ ഈമാൻ അങ്ങോട്ട് പോകും. ലജ്ജയും ഈമാനും ഒരുമിച്ച് നിൽക്കുന്ന സംഗതിയാണ്. അത് ഒന്ന് പോയാൽ മറ്റേതും പോകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ലജ്ജ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നൊരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും നമുക്ക് തോന്നുന്നു. എങ്ങനെ ഈ മനുഷ്യർക്ക് ഇത് കഴിയണം? ഈ റോഡ് സൈഡിൽ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു? എങ്ങനെ അവനിക്ക് ഇതൊക്കെ പറയാൻ കഴിയുന്നു? ഒറ്റ പ്രശ്നമുള്ളൂ, ലജ്ജ എന്ന ഏറ്റവും വലിയൊരു വിശ്വാസിയുടെ മുഖമുദ്രയെ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പൊ അത് പൊളിക്കാനാണ് സിനിമ ഒന്നാമതായി കൊണ്ട് ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ അപകടം എന്താണെന്നറിയോ? ഒട്ടുമിക്ക തിന്മകളും ആളുകൾ പൊതുവെ പഠിച്ചെടുക്കുന്ന ഒരു മീഡിയ അതാണ്. ഏറ്റവും നല്ല രൂപത്തിലുള്ള മോഷണങ്ങൾ ആളുകൾ പഠിക്കുന്നത്, കൊലപാതകങ്ങൾ ആളുകൾ പഠിക്കുന്നത്, കള്ളക്കടത്തലുകൾ ആളുകൾ പഠിക്കുന്നത് എന്ന് തുടങ്ങി മോശം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രതലങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന പലതും
ആളുകൾ ദ്രുതഗതിയിൽ പഠിച്ചെടുത്തത് പലപ്പോഴും സിനിമയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല ദുശ്ശീലങ്ങളും ആളുകൾ നേടിയത് അവിടെ നിന്നാണ്. ലഹരി, മയക്കുമരുന്ന്, പ്രേമം, ലൈംഗിക അരാജകത്വങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ദുശ്ശീലങ്ങളും ആളുകൾ പൊതുവെ പഠിക്കുന്നത് സിനിമയിലൂടെയാണ്. നാലാമത്തെ ഒരു അപകടം എന്താണെന്നറിയോ? അനുകരണ ഭ്രമമാണ് സഹോദര. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാവും, ഓൻ എന്താണ് ഇട്ടത് അത് റിലീസായ പിറ്റേ ദിവസം ഇവന്റെ ഡ്രസ് മാറി, ഇവന്റെ ഹെയർ സ്റ്റൈല് മാറി, ഇവന്റെ സ്ലാങ് മാറി, ഇവന്റെ എല്ലാം മാറി, ഇടപാട് മാറി, അല്ലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഹെയർ സ്റ്റൈലും അത് മാറി. ശപിക്കപ്പെടും എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ നമ്മൾ കേട്ട അത് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പേടിയില്ലാത്ത അവസ്ഥ. കാരണം അവന്റെ മനസ്സിൽ അവൻ ആരാധനയായി കൊണ്ടുനടക്കുന്ന ഒരാള് അങ്ങനെ ഇട്ടു എന്നതാണ്. നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇടങ്ങരായിരുന്നു. നിബിധങ്ങൾ പഠിപ്പിച്ച വലിയ ഇടങ്ങരായിരുന്നു. അതിന്റെയും കൂടി കുറച്ചുകൂടി മോൾക്കൊരു സിനിമയിലെ ഒരു കഥാപാത്രം ഇട്ടപ്പോൾ പിറ്റേ ദിവസം മുതൽ ഉള്ള പാന്റ് വെട്ടാൻ ഒരു മനസ്സങ്കോചവുമില്ല. ഒന്ന് ആലോചിക്കുങ്ങള്, എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്ന്, അല്ലേ? ഉപ്പയോടുള്ള സ്ലാങ് മാറി, ഉമ്മയോടുള്ള വർത്തമാനം എല്ലാം മാറാണ്. കാരണം അവൻ കൊണ്ടു നടക്കുന്ന രൂപം അങ്ങനെയാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? ലിബറൽ ചിന്താഗതികൾ വന്നു എന്നതാണ്. ആണും പെണ്ണും കൂടി കലർന്നാൽ എന്താ എന്ന് ഇടയ്ക്കിടെ ചോദിച്ചവർക്കുള്ള മറുപടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവർ അനുഭവിക്കുന്ന ഒരു ഭാഗത്ത്, അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇനിയും നാം കാണാനും കേൾക്കാനും അറിയാനുമുള്ള പൂഴ്ത്തിവെക്കപ്പെട്ട പല റിപ്പോർട്ടുകളും ഇനി വരുമ്പോൾ പലപ്പോഴും ഇനിയും നമ്മുടെ കണ്ണുകൾ തള്ളും. നമുക്കിതൊരു അത്ഭുതമല്ല സുഹൃത്തുക്കളെ, ഇതിൽ യാതൊരുവിധ അത്ഭുതമില്ല. കാരണം അവർ എന്താണോ മാലോകരെ പഠിപ്പിച്ചത് അതിന്റെ ആദിരകളായിക്കൊണ്ട് പലപ്പോഴും അവർ മാറിയെന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ അവർക്ക് വേറൊന്നും നഷ്ടപ്പെടാനില്ല, അവർക്ക് വേറൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നല്ലൊരു മരണമാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് ബർസഖിലുള്ള സ്വസ്ഥമായ ജീവിതമാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് മഹ്ശറിൽ പോയി നിൽക്കുമ്പോഴുള്ള അദാബുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന സൗഭാഗ്യമാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ല നിലക്കുള്ള എളുപ്പമുള്ളൊരു വിചാരണയാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് സുഖാഡംബരങ്ങളുടെ ലോകമായ സ്വർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണു തുറന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. കുടുംബത്തെ തകർക്കാണ്. ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരുത്തം വന്നിട്ട് പറയാണ്, എന്റെ സിനിമ കണ്ടിട്ടൊരു 10 കുടുംബം അത് ഇല്ലാതെയായി കഴിഞ്ഞ് ഞാൻ സന്തുഷ്ടനായി എന്നതാണ്. അതൊക്കെയാണ് പോയിട്ടുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ കാണുന്നത്. സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവരെ അംഗീകരിക്കുന്നവൻ, അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നവർ, അവർക്ക് വേണ്ടി പിന്നെ ഫ്ലക്സുകൾ ഒട്ടിക്കുന്നവർ, അവർക്ക് വേണ്ടി വാദിക്കുന്നവർ പിശാചിന്റെ അനുയായികളല്ലാതെ മറ്റെന്താണ്? ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നും ഈ പറയപ്പെട്ട സകലമാന വൃത്തിഹീനങ്ങളുടെയും താക്കോലുകളായി വർത്തിക്കുന്ന പിശാചിന്റെ സേവകരായി അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ആളുകളെ ഒരേ സമയത്തിൽ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സ്, സഹോദര, എങ്ങനെയാണ് സ്വർഗം കാണുക? ആ കണ്ണുകളെ കൊണ്ട് എങ്ങനെയാണ് റഹ്മാനായ റബ്ബിനെ നമുക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് തിരിച്ചു ചിന്തിക്കുക. നമുക്ക് വേണ്ടത് അത് സ്വർഗമാണ്. ഇത്തിരി പോന്ന ഒരു ദുനിയാവിലെ പളപളപ്പിലും ആഡംബരങ്ങളിലുമാണ് അവരൊക്കെ കഴിയണത്. പക്ഷെ അവരെ കണ്ട് അവരെ പകർത്തി നമ്മൾ ജീവിക്കുമ്പോൾ ഇഹലോകവും നാളെ പരലോകവും നമുക്ക് നഷ്ടമാണ്. ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ട് ഒരു സ്വസ്ഥമായ ജീവിതം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയത് ആരുടെയെങ്കിലും പിന്നാലെ പോകാനല്ല, നമ്മൾ പിന്നാലെ പോകേണ്ടത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയെ സേവിച്ചുകൊണ്ടായിരിക്കണം. ആ കാൽപാദങ്ങളെ പിന്തുടരാൻ നമുക്ക് കഴിയണം. ഈ ഹറാമുകൾക്ക് കൊടപിടിക്കാൻ നമ്മൾ ഉണ്ടാകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നില്ല ഇതൊന്നും, ഇതിന്റെ ഒരു ഇരയും നമ്മളായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം കൃത്യമായ നസീഹത്തുകൾ, കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ അവർക്ക് കൊടുക്കണം. നമ്മുടെ ദേഹേച്ഛകൾ അത് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് പ്രിയം അല്ലാഹുവാണ്, അവന്റെ ദീനാണ്, അവന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളാണ്. അതിലാണ് നമ്മുടെ ജീവിതമുള്ളത്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, നമ്മുടെ പരലോകം അതാണ് ഏറ്റവും വലിയ മുന്തിയ വിഭവം, അതാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തിരി പോന്നൊരു ദുനിയാവിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെ പോയി സ്വസ്ഥമായൊരു ജീവിതം കൊണ്ടേ തൊലക്കുന്ന വിഡ്ഢികളിൽ, പമ്പര വിഡ്ഢികളിൽ നമ്മളാരും
ഉൾപ്പെടാൻ പാടില്ല എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നല്ല നിലക്ക് ജീവിതത്തെ കൃത്യമായി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അവന്റെ വിധിവിലക്കുകൾ ചെറുതെന്ന് വലുതെന്ന് വ്യത്യാസമില്ലാതെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.